ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രത്യേക പഠന പരമ്പര റോമാലേഖനത്തിൽ നിന്നുള്ളതാണ്. റോമാലേഖനത്തിൽ നിന്നുള്ള 120-ാമത്തെ പഠനത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. റോമാലേഖനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 6-ാം അധ്യായം. ആ 6-ാം അധ്യായത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് തൻ്റെ വിശ്വാസജീവിതം ആരംഭിക്കുന്ന പ്രക്രിയയെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായമാണ്. പൗലോസ് അപ്പോസ്തലൻ റോമിലേക്ക് ഇതുവരെ പോയിട്ടില്ല. എങ്കിലും പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ താൻ അഭിസംബോധന ചെയ്യുന്ന റോമിലെ വിശ്വാസികൾ അവരെല്ലാവരും സ്നാനം സ്വീകരിച്ചവർ എന്ന ധാരണയോടുകൂടി വിശ്വാസത്തോടു കൂടിയാണ് താൻ അവർക്ക് എഴുതുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം ആരംഭിച്ചത് 6-ാം അധ്യായം. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഇപ്രകാരമാണ് ഈ സുപ്രധാന അധ്യായം ആരംഭിച്ചത്. അപ്പോൾ താൻ എഴുതുന്ന ആർക്കു വേണ്ടി എഴുതുന്നു? ആ വിശ്വാസികളെല്ലാം സ്നാനം സ്വീകരിച്ചു, തന്നെപ്പോലെ തന്നെ അവരും സ്നാനം സ്വീകരിച്ചവരാണ് എന്ന അടിസ്ഥാനത്തിലാണ് താൻ അവർക്ക് എഴുതുന്നത്. പൗലോസ് സ്നാനം സ്വീകരിച്ച വ്യക്തിയാണ്. സ്നാനമെന്നുള്ളത് കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്ന ഏതു വ്യക്തിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു അനുസരണമാണ് ക്രിസ്തുവിൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിക്കുക. സ്നാനം സ്വീകരിക്കാത്ത ഒരു വ്യക്തി ക്രിസ്തുവിനെ അനുസരിക്കുന്ന വ്യക്തിയല്ല. സ്നാനമെന്നുള്ളത് ഇഷ്ടമുണ്ടെങ്കിൽ, സൗകര്യമുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. നിർബന്ധമായി വിശ്വാസജീവിതം ആരംഭിക്കുമ്പോൾ സുവിശേഷം യഥാർത്ഥത്തായി കേട്ട്, സുവിശേഷം വിശ്വസിച്ച്, യേശുവിൽ വിശ്വാസം അർപ്പിച്ച്, പാപങ്ങളെക്കുറിച്ച് മാനസാന്തരപ്പെട്ട്, ക്രിസ്തുവിലെ വിശ്വാസം ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുന്ന ഏത് വ്യക്തിയും താൻ സ്വീകരിക്കേണ്ട അടുത്ത പടിയാണ് സ്നാനം സ്വീകരിക്കുക. പുതിയ കാലഘട്ടത്തിൽ സ്നാനപ്പെടാത്ത ഒരു ക്രിസ്ത്യാനി എന്നൊരു പ്രയോഗമില്ല. ക്രിസ്ത്യാനിയാണെങ്കിൽ സ്നാനമേറ്റ വ്യക്തിയായിരിക്കും. സ്നാനപ്പെട്ട വ്യക്തികൾ മാത്രമാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾ. പൗലോസും സ്നാനപ്പെട്ട അനന്യാസ് പൗലോസിനെ സ്നാനപ്പെടുത്തിയായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ തന്നെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, സ്നാനമേറ്റ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പൗലോസ് ചോദിക്കുകയാണ്, ക്രിസ്തു യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും. ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയോഗമുണ്ട്, ക്രിസ്തു യേശുവിനോട് ചേരുവാൻ. അതായത് ക്രിസ്തു യേശുവുമായ ഒരു വ്യക്തിപരമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക, ബന്ധം അനുഭവിക്കുക. അത് സ്നാനത്തിലാണ് ആരംഭിക്കുന്നത്. ബൈബിൾ വായിച്ചതുകൊണ്ടോ, പ്രാർത്ഥിച്ചതുകൊണ്ടോ, പ്രസംഗം കേട്ടതുകൊണ്ടോ, ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടോ അത് ലഭിക്കില്ല. ക്രിസ്തുവുമായുള്ള ഒരു ബന്ധം ആരംഭിക്കണം. യോഹന്നാൻ 15:5 ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാണ്. എന്നിൽ വസിച്ചാൽ നിങ്ങൾ ഫലം കായ്ക്കും. എന്നിൽ വസിക്കാത്ത ഒരു കൊമ്പിന് ഒരു ഫലവുമില്ല. ക്രിസ്തുവിൽ വസിക്കണം, അതിന് ക്രിസ്തുവിൽ പ്രവേശിക്കണം. ഗലാത്യലേഖനം 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ എന്ന പ്രയോഗം അവിടെയും കാണാം. അപ്പോൾ ക്രിസ്തുവിനോട് ചേരുക. ഇപ്പോൾ ഇന്ന് 2000 പല വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ കടന്നു വന്നിട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കടന്നുപോയ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവുമായിട്ട് ഇന്നും ഒരു ബന്ധം സാധ്യമാണ്. ക്രിസ്തുവിലേക്ക് ഇന്നും ചേരുവാൻ സാധ്യമാണ്. അത് സ്നാനത്തിലൂടെ സംഭവിക്കുന്നു. അപ്പോൾ ഈ വ്യക്തിപരമായി രക്ഷിക്കുന്നൊരു ബന്ധം ക്രിസ്തുവുമായിട്ട്, അതിനാണ് ഇവിടെ ഊന്നൽ കൊടുക്കുന്നത്. റോമലേഖനം 6-ാം അധ്യായത്തിൽ 3 മുതൽ 8 വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. 3-ാം വാക്യത്തിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടവർ ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുന്നു, അതും ചേരുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ അവനോടൊപ്പം ക്രിസ്തുവിനോടൊപ്പം അടക്കപ്പെട്ടു. 5-ൽ ക്രിസ്തുവിനോട്, അവിടെ 5-ാമത്തെ വാക്യം ഇപ്രകാരമാണ് കണ്ടത്. റോമലേഖനം 6:5 അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ച്. 6-ാമത്തെ വാക്യം പറയുന്നു, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. 8-ാമത്തെ വാക്യം, നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ. അപ്പം കൂടെ ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിനോട് ചേരുക, ഈ പ്രയോഗങ്ങളൊക്കെ അർത്ഥമാക്കുന്നതാണ്. അപ്പോൾ രക്ഷിക്കുന്ന വ്യക്തിപരമായൊരു ബന്ധം, യേശുവുമായി വ്യക്തിപരമായ ബന്ധമുള്ളവർ മാത്രമാണ് രക്ഷിക്കപ്പെടുന്നത്. അവരാണ് ക്രിസ്തുവിൻ്റെ ശരീരം, അവരാണ് തൻ്റെ മണവാട്ടി. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലല്ല എങ്കിൽ, ക്രിസ്തു അവനിലല്ല എങ്കിൽ അവനൊരിക്കലും ദൈവത്തിൻ്റെ ജീവൻ അനുഭവിക്കുന്നില്ല. കൊലോസ് ലേഖനം 1:27 നമ്മുടെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു,
നമ്മിലുണ്ട്. ക്രിസ്തു നമ്മിലുണ്ട്. നാം ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തു നമ്മിൽ വസിക്കണം. ക്രിസ്തു നിങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പൗലോസ് പലപ്പോഴും ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ പൗലോസ് ഇവരോട് പറയുമ്പോൾ ഇവർക്കറിയാവുന്ന കാര്യങ്ങളാണ് പൗലോസ് ഓർമ്മപ്പെടുത്തിയത്. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ നിങ്ങൾക്കറിയില്ലേ സ്നാനപ്പെട്ടപ്പോൾ എങ്ങനെയാണ് സ്നാനപ്പെട്ടത്, എന്തിന് സ്നാനപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാതെ സ്നാനപ്പെട്ടതാണോ? പിന്നെ എന്തുകൊണ്ടാണ് പറഞ്ഞത് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കണമെന്ന്? യഥാർത്ഥത്തിൽ സ്നാനപ്പെട്ട ഒരാൾക്ക് എങ്ങനെ പറയാൻ കഴിയും? എങ്ങനെ വീണ്ടും വീണ്ടും പാപത്തിൽ നടക്കാൻ പറ്റും, പാപത്തിൽ ജീവിക്കാൻ പറ്റും? യഥാർത്ഥത്തിൽ സ്നാനം സ്വീകരിച്ച വചനപ്രകാരം വചനത്തിൻ്റെ യഥാർത്ഥ പരിജ്ഞാനത്തോടെ സ്നാനം സ്വീകരിച്ച ഒരാൾ പാപജീവിതത്തെ തുടരില്ല. അങ്ങനെ തുടർന്നുണ്ടെങ്കിൽ ആ വ്യക്തി സ്വീകരിച്ച സ്നാനത്തിൽ എവിടെയോ പിശക് പറ്റിയിരിക്കുന്നു. അതാണ് പൗലോസിന്റെ ചോദ്യം. നിങ്ങൾ അറിയുന്നില്ലയോ? ഇനി അവർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അതെന്താണ്? സ്നാനം സ്വീകരിച്ചു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം സ്വീകരിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്താണ്? ക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കാളികളാകുവാനാണ് സ്നാനം സ്വീകരിച്ചത് എന്ന് ചിന്തിച്ചില്ല. സ്നാനപ്പെട്ടപ്പോൾ പറഞ്ഞു കൊടുത്തിരിക്കാം, പക്ഷെ ഇപ്പോൾ അത് മറന്നുപോയി. അവൻ്റെ മരണത്തോട് പങ്കാളികളായി തീരുകയാണ് സ്നാനത്തിൽ സംഭവിച്ചത്. ഇവിടെയാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുന്നത്. എന്തായിരുന്നു ചോദ്യം? പാപസംബന്ധമായി ഒരു വ്യക്തി മരിക്കുന്നത് എങ്ങനെ? പാപത്തോടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യൻ മരണം അനുഭവിക്കുന്നത് എങ്ങനെ, വേർപെടുന്നത് എങ്ങനെ? അതാണ് ഉത്തരം. എപ്പോൾ, എവിടെ വെച്ച്, ഹൗ ആൻഡ് വെൻ, എങ്ങനെ, എപ്പോൾ പാപത്തോടുള്ള ബന്ധത്തിൽ ഒരാൾ മരിക്കുന്നു? അതിന് ഉത്തരം കൃത്യമാണ്. സ്നാനമേൽക്കുമ്പോൾ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോഴാണ്, ക്രിസ്തുവുമായുള്ള ബന്ധത്തിലാണ് പാപം മരിക്കുന്നത്. പാപമില്ലാത്ത ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ പാപം മരിച്ചിരിക്കണം. പാപത്തോടുകൂടി ക്രിസ്തുവിൽ ബന്ധപ്പെടാൻ പറ്റില്ല. മലിനവസ്ത്രം അകത്തിട്ടുകൊണ്ട് പുറത്ത് നല്ല വസ്ത്രം ഇടാൻ പറ്റില്ല. ക്രിസ്തുവുമായി ബന്ധപ്പെടുന്ന എല്ലാവരും പാപം ഉപേക്ഷിച്ച് പാപത്തിൻ്റെ പഴയ മനുഷ്യനെ ക്രൂശിച്ച് കൊന്ന വ്യക്തിയായിരിക്കണം. ഇതാണ് പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കാളികളാകുകയാണ്. ക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കാളിയാകുന്നു. കാരണം ക്രിസ്തുവിൻ്റെ മരണം അനവധി നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ടുവന്ന മരണമാണ്. തിരുവെഴുത്തുകളുടെ നിവൃത്തിയാണ്. പിശാചിൻ്റെ തലയെ തകർത്തതാണ്. തിരശ്ശീല കീറി പൊളിച്ച് സ്വർഗത്തിലേക്ക്, കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് വാതിൽ തുറന്നതാണ്. ജീവൻ്റെ പുതുവഴിയുടെ ഉദ്ഘാടനമാണ്. എല്ലാ തരത്തിലും മരണത്തിന്മേൽ വിജയമാണ്. ഇങ്ങനെ പല അനുഗ്രഹങ്ങളാണ് ക്രിസ്തുവിൻ്റെ മരണം. ആ മരണത്തിൽ നമ്മളെ പങ്കാളികളാക്കും. ഇപ്പോൾ രണ്ടുപേർ ചെയ്യുന്നൊരു പങ്കാളിത്തത്തിലൊരു വ്യവസായം തുടങ്ങി. അതിൻ്റെ ലാഭം രണ്ടുപേരും തുല്യമായി വീതിച്ചെടുക്കും. എന്നുപോലെ ക്രിസ്തു തൻ്റെ മരണത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് പകരുകയാണ്. ആ മരണത്തിൻ്റെ അനുഗ്രഹമാണ് പാപത്തുള്ള ബന്ധത്തിൽ നാം മരിക്കുന്നത്. അപ്പോൾ റോമലേഖനം 6-ാം അധ്യായത്തിൽ ഇതാണ് വളരെ വ്യക്തമായി പറഞ്ഞത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണമടക്കം ഉയർപ്പ് കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൽ സുവിശേഷ സംഭവമാണ്. ലോകം കൊണ്ടൊരു മഹാസംഭവമാണ്. തിരുവെഴുത്തുകൾ പ്രകാരം പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ച ദൈവത്തിൻ്റെ വാഗ്ദാനമായ സുവിശേഷം, ലോകത്തിൻ്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ക്രിസ്തു എന്ന സുവിശേഷം, ആ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ 3 സുപ്രധാന സംഭവങ്ങൾ: മരണം, അടക്കം, ഉയർപ്പ്. അതാണ് സുവിശേഷം. 1 കൊരിന്ത്യർ 15-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആ 3 സംഭവങ്ങൾ സ്നാനമേൽക്കുന്നൊരു വ്യക്തിയിൽ പുനഃസൃഷ്ടിക്കപ്പെടുകയാണ്. ആ സംഭവങ്ങളോട് താതാത്മ്യം പ്രാപിക്കുന്ന വിധത്തിൽ ഈ 3 കാര്യങ്ങൾ, ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ്, അതിലേക്ക് സ്നാനമേൽക്കുവാൻ തയ്യാറാകുന്നൊരു വ്യക്തിയിൽ ഈ 3 സംഭവങ്ങൾ പുനഃസൃഷ്ടിക്കപ്പെടണം. ആദ്യം ക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കാളിയാകുന്നു. ക്രിസ്തുവിൻ്റെ മരണം, നമ്മൾ എഫേസ്യർ 2-ാം വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങൾ. നാം മരിച്ചവരായിരുന്നു. പാപത്തിൽ കിടക്കുന്ന മനുഷ്യൻ മരിച്ചവനാണ് ആത്മീകമായി. ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരികയാണ്. ഇവിടെ നാം പാപത്തുള്ള ബന്ധത്തിൽ മരിക്കുകയാണ്. ആത്മീകമായി മരിച്ചവരായിരുന്നവർ പാപസംബന്ധമായി മരിക്കുന്നു. അതാണ് റോമലേഖനം 6. പാപസംബന്ധമായി അവരുടെ പഴയ മനുഷ്യൻ, ആദാമിലൂടെ ലഭിച്ച പഴയ മനുഷ്യൻ, ആ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. അത് ആരോടുകൂടി? യേശുവിനോടുകൂടി സംഭവിച്ചാൽ മാത്രമേ മാറ്റം വരികയുള്ളൂ. നമ്മൾ ആരെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം മുങ്ങിയിട്ട് കാര്യമില്ല. യേശുവിനോട് കൂടെ ഇവിടെ സംഭവിക്കണം. സ്നാനത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം. അതിന് വചനപ്രകാരം കൃത്യമായി, വീണ്ടും ആ പ്രയോഗം, തിരുവചനപ്രകാരം സ്നാനപ്പെടണം. സ്നാനത്തെക്കുറിച്ചുള്ള പഠനം കൃത്യമായിരിക്കണം. എല്ലാം ഒരു മനുഷ്യനും പഠിക്കാൻ പറ്റില്ല. എങ്കിലും അടിസ്ഥാനമായി സ്നാനം എന്ത്, സ്നാനത്തിൻ്റെ പ്രാധാന്യം എന്ത്, സ്നാനം നമ്മെ ആരോട് ചേർക്കുന്നു, സ്നാനപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, മനസ്സെങ്ങനെ ഒരുക്കണം, യഥാർത്ഥ മാനസാന്തരം എന്താണ്, സ്നാനത്തിൽ എന്ത് സംഭവിക്കുന്നു, എവിടേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു, എന്ത് ദാനമായി ലഭിക്കുന്നു. സ്നാനത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ സ്നാനം സ്വീകരിക്കാവുള്ളൂ. അല്ലെങ്കിൽ എത്ര പ്രാവശ്യം സ്നാനപ്പെട്ടാലും രക്ഷിക്കപ്പെടില്ല. പരിശുദ്ധാത്മാവ് വെറുതെ അബദ്ധം പറ്റില്ല. പരിശുദ്ധാത്മാവിന് അബദ്ധം പറ്റി ശരിയായി സ്നാനപ്പെടാത്ത ഒരാളുടെ ഉള്ളിലേക്ക് വരില്ല.
പരിശുദ്ധാത്മാവ് വന്നില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിന് മാറ്റം വരില്ല. ദൈവനെ വായിക്കാനോ പഠിക്കാനോ ദൈവത്തെ ആരാധിക്കാനോ ഒരു താല്പര്യവും വരില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കണമെങ്കിൽ നാം സ്നാനപ്പെട്ടത് വീണ്ടും ജനിച്ചത് കൃത്യമായിട്ട് വചനപ്രകാരമായിരിക്കണം. അത് വളരെ ശ്രദ്ധിച്ചു വേണം എടുക്കാൻ. നിർബന്ധത്താലോ കല്യാണം കഴിക്കാനോ വിദേശത്ത് പോകാനോ ഒന്നിനു വേണ്ടിയല്ല സ്നാനം. സ്നാനം ക്രിസ്തുവിനോട് ചേരുവാനാണ്. അത് വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കണം. അപ്പോൾ ഇവിടെ ആദ്യ ക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കാളികളാവുകയാണ്. കർത്താവ് യേശു മരിച്ചതിന് ശേഷം അടക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും അത് സമാന്തരമായി സംഭവിക്കണം. സ്നാനപ്പെടുന്ന വ്യക്തിയിൽ ഒരു അടക്കം സംഭവിക്കണം. അതിന് മുമ്പും ആദ്യം മരിക്കണം. മരിക്കാതെ അടക്കാൻ പറ്റില്ല. പോലീസ് കേസെടുക്കും, കുഴിച്ചിടതിനെ കുഴിച്ചെടുക്കും, നമ്മളെ തടവിലാക്കും. മരിക്കാത്തവരുടെ അടക്കം ചെയ്താൽ മരിച്ച വ്യക്തി വേണം അടക്കം ചെയ്യാൻ. ആരാ മരിച്ചതിവിടെ? പഴയ മനുഷ്യൻ. നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കണം ആദ്യം. അത് ക്രിസ്തുവിലൂടെ മാത്രമേ പഴയ മനുഷ്യൻ മരിക്കൂ. കർത്താവ് യേശുവിൻ്റെ ക്രൂസിലെ പരമയാഗം നമുക്കത് സാധ്യമാക്കും. പഴയ മനുഷ്യൻ നമ്മൾ മരിക്കണം. മരിച്ച മനുഷ്യരെയാണ് അടക്കപ്പെടേണ്ടത്. അതാണ് ഇവിടെ 4-ാം വാക്യത്തിൽ കൃത്യമായി പറഞ്ഞത്. അങ്ങനെ നാം മരണത്തിൽ പങ്കാളികളായിരുന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. മരിച്ച വ്യക്തി അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പണ്ടത്തെ കാലത്ത് മോർച്ചറിയൊന്നുമില്ല. മരിച്ച ആളെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന പുഴുവരിക്കും. മരിച്ച വ്യക്തിയെ അടക്കും. പക്ഷെ അടക്കുമ്പോൾ ആരോടുകൂടെ? അവനോടുകൂടെ കുഴിച്ചിടണം. കർത്താവിനോടുകൂടി അടക്കപ്പെട്ടാൽ ആ കർത്താവിൻ്റെ ആ ഒരു അടക്കത്തിൻ്റെ ശക്തി ആ അടക്കിയ പഴയ മനുഷ്യനിൽ വരും. ആ പഴയ മനുഷ്യൻ മാറും. അതാണ് ഇവിടെ അവനോടുകൂടി അടക്കപ്പെടുക. അടക്കം അത് വെള്ളമാകുന്ന കല്ലറയിൽ മുഴുവനായിട്ട് നമ്മളെ അടക്കുന്നു. കൈ പുറത്ത് കാണില്ല, കാല് പുറത്ത് കാണില്ല, കഴുത്തിന് മുകളിൽ പുറത്ത് നിൽക്കില്ല. പൂർണ്ണമായി നിമഞ്ജനം ചെയ്യും. അതാണ് അടക്കം, അതാണ് സ്നാനം. അതാണ് യഥാർത്ഥത്തിൽ തിരുവചനപ്രകാരം ആദിമസഭ സ്വീകരിച്ച മാതൃക. പൂർണ്ണമായ അടക്കം വെള്ളത്തിൻ്റെ അടിയിലേക്ക്. അതുകൊണ്ടാണ് കോരി ഒഴിക്കുന്നതും വെള്ളം തളിക്കുന്നതും വചനപ്രകാരമല്ല. ചിലർ വെള്ളം കൊണ്ട് തുടയ്ക്കും, വെള്ളം തളിക്കും, വെള്ളം ഒഴിക്കും. ഇത് തിരുവചനപ്രകാരമുള്ള സ്നാനത്തിൻ്റെ മാതൃകയല്ല, വഴിയുമല്ല. വെള്ളമാകുന്ന കല്ലറയിൽ നമ്മൾ അടക്കപ്പെടുമ്പോൾ മരണത്തോട്, ക്രിസ്തുവിൻ്റെ മരണത്തോട് സാദൃശ്യപ്പെടുകയാണ്. അത് വീണ്ടും അവിടെ ക്രിസ്തുവുമായ ഒരു ബന്ധത്തെ കാണിക്കുന്നു. കർത്താവ് യേശുവിൽ സംഭവിച്ച മരണം, അടക്കം, അതിലേക്ക് നാമും താതാത്മ്യം പ്രാപിക്കുന്നു. നമ്മിൽ അതിൻ്റെ അതേപോലെ നമ്മിൽ സമാന്തരമായി അത് സംഭവിക്കുകയാണ്. ക്രിസ്തുവിന് സംഭവിച്ചത്, ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു തന്നത്, സുവിശേഷം എന്ന മഹാസംഭവം നമ്മിലേക്കും സത്യമായി മാറുകയാണ്. ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെട്ടു. നമ്മളിൽ സംഭവിക്കണം. എന്നാൽ 3-ാം ദിവസം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതിനാണ് പൗലോസുള്ള 4-ാം വാക്യത്തിൻ്റെ അവസാനം പറഞ്ഞത്, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ ദൈവത്തിൻ്റെ ശക്തിയാൽ ആണ് കർത്താവ് യേശു മരണത്തിൽ എഴുന്നേറ്റത്. അതേപോലെ വചനപ്രകാരം വീണ്ടും ആ പ്രയോഗം ഉപയോഗിക്കുന്നു. വചനപ്രകാരം ശരിയായി സ്നാനപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് വരുമ്പോൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ വീണ്ടും ജനിച്ചിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലഭിക്കും. അത് ആത്മാവിനെ മുദ്രയിട്ട് ദൈവത്തിൻ്റെതാണെന്നുള്ള ഉറപ്പ് കൊടുക്കും. കൊലോസ്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു. കൊലോസ്യർ 2:12, സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും, വീണ്ടും പറയും അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. സ്നാനത്തിൽ യേശു കൂടെ വേണം. യേശു ഇല്ലാതെ തന്നെ വെള്ളത്തിൽ മുങ്ങരുത്, ഒരു പ്രയോജനവുമില്ല. വെള്ള ശരീരം നനയുമെന്നല്ലാതെ സ്നാനമല്ലാതെ യേശു കൂടെ വരണമെങ്കിൽ എന്ത് വേണം? യേശുവിൻ്റെ ഉപദേശത്തെ മാനിക്കണം, യേശുവിൻ്റെ വചനം അനുസരിച്ച് സ്നാനപ്പെടണം. വീണ്ടും അത് ഓർമ്മിപ്പിക്കുന്നു, വചനപ്രകാരം സ്നാനപ്പെടണം. സങ്കടത്തോടുകൂടി പറയട്ടെ, ഇന്ന് സ്നാനപ്പെട്ടത് പറയുന്ന മിക്കവരും വചനപ്രകാരം സ്നാനപ്പെട്ടവരല്ല. ആരോ നിർബന്ധിച്ചു, ഏതോ ഒരു പ്രേരണ, കാര്യമായി ഒന്നും പഠിച്ചില്ല, സ്നാനമെന്തെന്ന് ശരിയായ ബോധ്യമില്ല, സ്നാനത്തിന് ശേഷം ജീവിക്കേണ്ട ജീവിതത്തെക്കുറിച്ച് ഉത്തരവാദിത്വമില്ല. ഈ തരത്തിൽ സ്നാനമേറ്റ പലരും പരാജയപ്പെടുകയാണ്. ലോകത്തിന് മുമ്പിൽ ക്രിസ്ത്യാനിത്വത്തെ അപമാനിക്കാൻ അവരിലൂടെ ഇടവരികയാണ്. യഥാർത്ഥ വചനപ്രകാരം സ്നാനപ്പെട്ടൊരു വ്യക്തി, ആ വ്യക്തിയോടൊപ്പം യേശു ഉണ്ടാകും. സ്നാന സമയത്തും യേശു ഉണ്ടാകും. പിതാവിൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാലാണ് ആ വ്യക്തി എഴുന്നേറ്റ് വരുന്നത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പുനരംഗീകരണം, വീണ്ടും ആ രംഗങ്ങൾ പുനരായിട്ട് ആവിഷ്കരിക്കപ്പെടുകയാണ്. കർത്താവ് യേശുവിൻ്റെ മരണമടക്ക ഉയർപ്പ്. ഒരു വ്യക്തി സ്നാനമേൽക്കുമ്പോൾ വെള്ളത്തിൽ നിമഞ്ജനം ചെയ്യുന്നത് അടക്കത്തിൻ്റെ പ്രതീകമാണ്. ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെടുകയാണ്. അവൻ വെള്ളത്തിൽ എഴുന്നേൽക്ക് വരുമ്പോൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയാണ്. അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ജീവനിൽ മാറ്റം വരുന്നതിൻ്റെ കാരണം യേശുവിൻ്റെ ഉയർപ്പാണ്.
യേശു പിതാവിൻ്റെ ശക്തിയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ കർത്താവ് യേശുവിൻ്റെ കൂടെ നാം സ്നാനപ്പെടുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യത്തോടുകൂടി വചനത്തെ മാനിച്ചുകൊണ്ട് വചനപ്രകാരം സ്നാനപ്പെടുന്ന വ്യക്തിയുടെ യേശു കാണും. അത് വചന വാഗ്ദാനമാണ്. ഞാൻ എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇത് വെറുമൊരു മറ്റൊന്നിനെ സൂചിപ്പിക്കുന്ന പ്രതിനിധീകരിക്കുന്ന ആലങ്കാരികമായ ഒരു അനുഭവമല്ല. സ്നാനം ചിലർ അതിനെ മറ്റൊന്നിൻ്റെ സൂചകമായി സംഭവിക്കുന്ന ആലങ്കാരികമായിട്ടൊന്നാണെന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ തള്ളിക്കളയാൻ ശ്രമിക്കാറുണ്ട്. അല്ല, യഥാർത്ഥ സ്നാനം എന്നുള്ളത് ഒരുവനെ യേശുവുമായി ബന്ധിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇത് മറ്റൊന്നിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ശുശ്രൂഷയല്ല. ഇത് യാഥാർത്ഥ്യമാണ്. പഴയ മനുഷ്യനെ മരിച്ച് അടക്കപ്പെട്ട് പുതിയ മനുഷ്യനായി എഴുന്നേറ്റ് വരുന്ന എന്ന സത്യം സംഭവിക്കുകയാണ്. അത് ശരിയായ തരത്തിൽ സംഭവിക്കുന്ന സ്നാനത്തിലാണ്. വേറെ ഒരു മാർഗത്തിലും ഒരു മീറ്റിംഗ് പങ്കെടുത്തു, കാർഡ് പൂരിപ്പിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, നിലവിളിച്ചു, വീട്ടിൽ ഉപവാസ പ്രാർത്ഥന നടത്തി, ഇതിലൊന്നും ഒരാൾ രക്ഷിക്കപ്പെടില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ മറ്റൊരു നാമമില്ല യേശു അല്ലാതെ. യേശുവിനോട് കൂടെ ചേരണം, യേശുവിനോടൊപ്പം സ്നാനമേൽക്കണം, മരണമടക്കം ഉറപ്പ് യേശുവിനോടൊപ്പം ആയിരിക്കണം. അപ്പോഴാണ് യേശു അവനെ തൻ്റെ ശരീരമായ സഭയോട് ചേർക്കുന്നത്. അല്ല, ശരീരം നനഞ്ഞുകൊണ്ട് സ്നാനമല്ല. ചില എപ്പോഴെപ്പോഴും സ്നാനപ്പെടും. സ്നാനത്തെക്കുറിച്ച് ശരിക്കും പഠിക്കാഞ്ഞിട്ടാണ്. പലതും മറന്നു കാണും. ദൈവം ചെയ്യാനുള്ള പ്രവൃത്തി നന്നായി തന്നെ ചെയ്യും. ദൈവത്തിന് അബദ്ധം പറ്റില്ല. ദൈവം ഒരാളെ രക്ഷിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ശരിയായ തരത്തിൽ തന്നെ ദൈവം പ്രവർത്തിക്കും. നമ്മൾ മറന്നു എന്നുള്ളതുകൊണ്ട് ദൈവം വീണ്ടും സ്നാനപ്പെടേണ്ട കാര്യമില്ല. നമ്മളനുസരിച്ച് ജീവിച്ചാൽ മതി വിശ്വസ്തയോടുകൂടി. അപ്പോൾ റോമലേഖനം 6-4 വാക്യങ്ങൾ നമ്മൾ പല തരത്തിൽ ഈ വിഷയങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും. അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണ്. കാരണം ഇന്ന് ലോകത്ത് സ്നാനം എന്ന വിഷയത്തെ തുച്ഛീകരിക്കുന്ന ലോകമാണ്. അതിന് പകരം കൊച്ചു കുട്ടികളെ കൊണ്ടുവന്ന് വെള്ളമൊഴിച്ചും വെള്ളം തളിച്ചും കുട്ടികൾക്ക് വരെ മുതിർന്ന ഒരാളെ നിർത്തിയും പല തരത്തിലാണ് ഈ വചനത്തെ, ഈ സത്യത്തെ കൂട്ടിക്കളയുന്നത്. അതുകൊണ്ട് ദൈവമക്കളെങ്കിൽ ഇത് കൃത്യമായി പഠിച്ചിരിക്കണം. മറ്റുള്ളവർക്ക് അത് സഹായകരമായ രീതിയിൽ ഷെയർ ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ റോമലേഖനം 6-4 വാക്യങ്ങൾ ഈ വിഷയത്തിൽ ശക്തമൊരു വേദഭാഗമാണ്. നമ്മുടെ രക്ഷയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ്. സ്നാനത്തിലൂടെ അല്ലാതെ രക്ഷിക്കപ്പെടില്ല. ദൈവാത്മാവ് ലഭിക്കില്ല. സഭയിലേക്ക് കർത്താവിനാൽ ചേർക്കപ്പെടില്ല. നമുക്ക് പോയി മെമ്പർഷിപ്പ് ഫീസ് കൊടുത്ത് പോയി ചേരാം. കർത്താവ് ചേർക്കില്ല. കർത്താവ് രണ്ടാമത് വരുമ്പോൾ അങ്ങനെയുള്ളവർ കൊണ്ടുപോവുകയുമില്ല. കർത്താവിൻ്റെ മണവാട്ടിയെ മാത്രമേ കൊണ്ടുപോകൂ. അനേക ബൈബിൾ പണ്ഡിതന്മാരെന്ന് പറയുന്നവരും വ്യാഖ്യാതാക്കളും ഈ സ്നാനത്തിൻ്റെ പ്രാധാന്യത്തെ തുച്ഛീകരിക്കാറുണ്ട്. ഒരു പൂർണ്ണമായി അംഗീകരിക്കാനായിട്ട് മടിയാണ്. സ്നാന രക്ഷയ്ക്ക് നിർണായകമാണ്, പ്രത്യേകമായ പ്രാധാന്യമുള്ളതാണ്. അവരുടെ അഭിപ്രായത്തിൽ വെള്ളത്തിലുള്ള സ്നാനമെന്ന് പറയുന്നത് ഒരു വലിയ അനുഭവത്തിൻ്റെ ചെറിയ ഘടകം. ഒരു ഡഗ്ലസ് മൂ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? മറ്റൊരു പണ്ഡിതനായ F.F. ബ്രൂസ് പറയുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസ സ്നാനമെന്ന് പറയുന്നത് ഒരു വലിയ വിഷയത്തിൻ്റെ 2 ഭാഗങ്ങൾ മാത്രമാണ്. അല്ലെങ്കിൽ വേറൊരു മനുഷ്യനായ വെസൽ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞ് പുതിയ സ്നാനം എന്ന് പറയുന്നത് പരിവർത്തനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വിഷയത്തിന് 2 വശം. പക്ഷേ ഊന്നൽ കൊടുത്ത് സ്നാനം അത്യാവശ്യമാണ്. രക്ഷിക്കപ്പെടാൻ സ്നാനം വേണം. ദൈവത്തിൻ്റെ ആലോചനയാണ്, സ്വർഗത്തിൻ്റെ ആലോചനയാണ്, ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്. സ്നാനത്തിലൂടെ അല്ലാതെ ഒരുവൻ രക്ഷ പ്രാപിക്കില്ല, പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കില്ല എന്ന് ശക്തമായി പറയാൻ കഴിവുള്ളവർ വളരെ കുറവാണ്. ഒരു മടിയാണ് പറയാൻ. കാരണം അനുയായികളുടെ എണ്ണം കുറയും. എല്ലായിടത്തും ഇനി പ്രസംഗിക്കാൻ വിളിക്കില്ല. എഴുതിയ ലേഖനങ്ങൾ, പുസ്തകങ്ങൾ ആരും വാങ്ങില്ല. ഇയാൾ സ്നാനത്തെക്കുറിച്ച് പറയുന്ന ആളാണ്. മനുഷ്യൻ്റെ കൈയടിക്കോ മനുഷ്യൻ്റെ പ്രസാദത്തിന് വേണ്ടിയല്ല ദൈവനെ സംസാരിക്കേണ്ടത്. ദൈവമുമ്പിൽ നല്ലവനും വിശ്വസ്തനുമായി ദാസനെ എന്ന വിളി കേൾക്കണം. സത്യവനത്തെ യഥാർത്ഥം വിഭാഗിച്ച് പഠിപ്പിക്കണം. ഇപ്പോൾ പൗലോസ് ഈ വേദഭാഗം നൽകേണ്ട കാരണം എന്താണ്? റോമലേഖനം 6-ാം അധ്യായം സ്നാനത്തിൻ്റെ പ്രാധാന്യത്തെ പഠിപ്പിക്കാനുള്ള അധ്യായമല്ല. അതോടെ പറയുന്നുണ്ടെങ്കിൽ പോലും സ്നാനത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കാൻ വേണ്ടി നൽകി തന്ന അധ്യായമല്ല. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണോ റോമലേഖനം 6 നൽകപ്പെട്ടത്, അവിടെ സ്നാനത്തിൻ്റെ ആവശ്യകത അവർ ചോദ്യം ചെയ്തുകൊണ്ടല്ല അത് പറഞ്ഞത്. പിന്നെ പൗലോസൂടെ പറയുന്നത് എന്താണ്? പൗലോസ് പറയുന്നത് നാം പാപമോചനം പ്രാപിച്ചവരും പാപസംബന്ധമായി മരിച്ചവരുമാണെന്ന് അറിവുണ്ടെങ്കിൽ, ബോധ്യമുണ്ടെങ്കിൽ നാം ജീവിക്കേണ്ട ഒരു ദൈവഭക്തിയുടെ ജീവിതമുണ്ട്. അത് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ വാസ്തവത്തിൽ വചനപ്രകാരം സ്നാനപ്പെട്ടവരാണെങ്കിൽ ഒരു ജീവിതം ജീവിക്കാനാണ് ദൈവം നിങ്ങളെ അനുഗ്രഹം നൽകിയത്. അത് ഓർമ്മപ്പെടുത്തുകയാണ്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടവരാണ്, ദൈവം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തന്നതാണ് എന്ന് നിങ്ങൾ മറന്നുപോയത് എന്തുകൊണ്ടാണ്?
വീണ്ടും വീണ്ടും പാപം ചെയ്യണം, കൃപ കൂടുതൽ കിട്ടുമെന്ന് പറയാൻ ഇടവന്ന എന്തുകൊണ്ടാണ്? പാപക്ഷമ പ്രാപിച്ചവരാണ് ഇനി പാപത്തിൽ പോകരുത് എന്ന് ദൈവകൽപ്പനയുള്ളതല്ലേ, പിന്നെ എന്തിനങ്ങനെ പറഞ്ഞു നിങ്ങൾ? അതാണ് പൗലോസിവിടെ ചോദിച്ചത്. ഇപ്പോൾ നാം വെള്ളമാകുന്ന കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ വന്നവരാണ്. അതിനാണ് നമ്മളെ ദൈവം വീണ്ടും ജനിപ്പിച്ചത്. വീണ്ടും പാപം ചെയ്യാനല്ല, സ്നാനത്തിൽ ഒരുവൻ ക്രിസ്തുവിനോട് ചേരുകയാണ്. അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. 3-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ. യേശുവിൽ നാം പുതിയ സൃഷ്ടിയാണ്. 2 കൊരിന്ത്യർ 5:17 പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് കൊരിന്ത്യയിലുള്ള വിശ്വാസികളെ ഓർമ്മിപ്പിച്ചത്. അവിടെ പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ, ക്രിസ്തുവിനോട് ചേർന്നാൽ അവൻ ക്രിസ്തുവിലാണ്. ക്രിസ്തുവിലായവൻ ആരാണ്? പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി. കാരണം പഴയ മനുഷ്യനെ ക്രൂശിക്കുക മാത്രമല്ല, അതിനെ അടക്കി കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞാൽ പിന്നെ ആ ഷോപ്പിട്ട് തുറന്നാൽ അതിനകത്ത് പുഴുക്കളായിരിക്കും, മണ്ണായി തീർന്നിരിക്കും. പഴയത് കഴിഞ്ഞുപോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇവിടെ അത് പുതുതായി മാറി. അത് വളരെ പ്രധാനമാണ്. നമ്മൾ ആ പുതുമ അനുഭവിക്കുന്നുണ്ടോ? പഴയതിനോടുള്ള വെറുപ്പ്, പണ്ട ഗ്ലാസ്സിൽ നുരഞ്ഞ് പതഞ്ഞ് കാണുന്നത് ആർത്തിയോടെ നമ്മൾ നോക്കി നിന്നു. ഇന്നത് കാണുമ്പോൾ ഛർദ്ദിൽ വരുന്നുണ്ടോ? വെറുപ്പ് വരുന്നുണ്ടോ? ഭയം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നാം വീണ്ടും ജനിച്ചവരാണ്. ഇല്ലെങ്കിൽ പഴയ മനുഷ്യനകത്ത് കിടപ്പുണ്ട്. ആ രുചി ഇപ്പോഴും നാവിലുണ്ട്. സ്വയം ചോദിച്ചാൽ മതി, ഞാൻ പുതിയ സൃഷ്ടിയാണോ? പഴയത് കഴിഞ്ഞുപോയി, അത് പുതുതായി പഴയതെന്തായി? പുതുതായി തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:17 നാം പുതിയ സൃഷ്ടികളാണ്. ഒരു പുതിയ ബന്ധം. പണ്ട് ദൈവത്തോട് ബന്ധമില്ല, ആത്മീകമായി മരിച്ചുപോയി. ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ബന്ധമില്ലാതെ ആത്മീക മരണത്തിൽ കിടന്ന് നമ്മളിപ്പോൾ ദൈവത്തോട് ബന്ധത്തിൽ വന്നു. പുതിയ അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ്, പുതിയ ശക്തി ലഭിച്ചവരാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. എല്ലാം പുതുതായി തീർന്നു. സകലതും പുതുതായി തീർന്നു. പൗലോസ് 2 കൊരിന്ത്യർ 5:17 സകലതും പുതുതായി തീർന്നു. ദൈവമാണ് അതിന് കാരണക്കാരൻ. അതുകൊണ്ടാണ് എത്യോപ്യക്കനായ ഷണ്ണൻ പ്രവർത്തന പുസ്തകം 8-39 വാക്യത്തിൽ അവൻ ഫിലിപ്പോസിലൂടെ സുവിശേഷം കേട്ടതിന് ശേഷം, സ്നാനമേറ്റതിന് ശേഷം അവൻ തിരിച്ചു പോയത് എങ്ങനെയാണെന്ന് അറിയാമോ? അവിടെ പറയുന്നത്, അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. ഷണ്ണൻ പിന്നെ അവനെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ജീവൻ്റെ പുതുക്കം. സന്തോഷിച്ച് തൻ്റെ വഴിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോയി. യെരുശലേമിലേക്ക് പോയതാണ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ അവൻ ദൈവത്തോടു കൂടെയാണ് സഞ്ചരിച്ചത്. സന്തോഷം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ലഭിക്കുന്നതാണ്. അപ്പം ജീവൻ്റെ പുതുക്കം. ജീവൻ്റെ പുതുക്കത്തിൽ വന്നവർ ആ പുതുക്കത്തിൽ നടക്കുക കൂടി വേണം. ഒരു ബന്ധത്തിന് മാറ്റം വന്നു. പഴയ ബന്ധമല്ല ഇപ്പോൾ ദൈവത്തോട്. പണ്ട് ദൈവത്തോട് ബന്ധമേ ഉണ്ടായിരുന്നില്ല, മരിച്ച അവസ്ഥയായിരുന്നു. ഇപ്പോൾ ദൈവത്തോട് ബന്ധം ആരംഭിച്ചു. അപ്പോൾ ആ ബന്ധം ജീവിതത്തിൻ്റെ യാത്ര. ഞായറാഴ്ച രാവിലെയല്ല ബന്ധം. ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ പാതകൾ പുതിയ മാർഗത്തിൽ ഉറപ്പിച്ച് വെക്കണം. ജീവൻ്റെ പുതുക്കത്തിലാണ് നമ്മളെ കൊണ്ടു നിർത്തിയത്, അവിടെ ഉറപ്പിച്ച് വെക്കണം. ഒരു സുവിശേഷകൻ താൻ ഒരു സ്ത്രീയെ സ്നാനപ്പെടുത്തി കഴിയുമ്പോൾ ഉള്ളൊരനുഭവത്തെ പങ്കുവയ്ക്കുകയുണ്ടായി. ഈ സുവിശേഷകൻ സ്ത്രീയെ സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ ആ സ്ത്രീ വെള്ളത്തിൽ നിന്ന് കയറി കഴിയുമ്പോൾ 2 കൈ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ദിവസം മുതൽ അങ്ങയുടെ മുമ്പിൽ വിശ്വസ്തയോടെ ജീവിപ്പാൻ എന്നെ സഹായിക്കണം. ഇവിടെ സുവിശേഷൻ പറഞ്ഞു, ഇത് നമ്മളെല്ലാവർക്കും വേണ്ട പ്രാർത്ഥനയാണ്. നമ്മൾ ഏറ്റെടുത്ത അനുഭവം, ഏറ്റുപറഞ്ഞ വിശ്വാസം, വീണ്ടും ജനത്തിൻ്റെ അനുഭവം, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ ദൈവം കൊണ്ടുവന്ന് നിർത്തിയത് എല്ലാ ദിവസവും നാം ശ്രദ്ധിക്കണം, ജീവിക്കണം. അപ്പോൾ ഈ പാഠം നമ്മളിന്ന് അവസാനിപ്പിക്കുന്നത്. വീണ്ടും പല നമ്മൾ വീണ്ടും ഈ വിഷയങ്ങളിലേക്ക് വരും. അത് അത്രയ്ക്ക് നിർണായകമായതുകൊണ്ട് അടുത്ത നമ്മുടെ പാഠങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, എന്താണ് സംഭവിക്കുക നമ്മൾ സ്നാനപ്പെടുമ്പോൾ? നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലനം എന്താണ്? ഇപ്പോൾ നമ്മളൊരു വാക്യം റോമലേഖനം 6:6 വായിച്ച് അവസാനിപ്പിക്കട്ടെ. റോമർ 6:6 പറയുന്നു, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. യഥാർത്ഥ തിരുവചനപ്രകാരം സ്നാനപ്പെട്ട ആൾ പാപത്തിൻ്റെ അടിമയാകില്ല. പാപം സംഭവിക്കാം. ഈ ജഡമുള്ളിടത്തോളം പാപത്തിൽ തെന്നി വീഴാം, ബലഹീനതകൾ ഉണ്ടാകാം, ഇല്ലെന്ന് വചനം പറയുന്നില്ല. സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ്. പാപം ചെയ്തിട്ടില്ല എന്ന് പറയരുത്. പാപങ്ങളിലേക്ക് വീഴാം. അവിടെ നമുക്ക് കർത്താവ് യേശു നമുക്ക് രക്ഷകനായിട്ടുണ്ട്. പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിച്ചു തരും. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് റോമലേഖനം 6 പറഞ്ഞു, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീര നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു നാം അറിയുന്നു. ഈ അറിവ് പലർക്കും ഇല്ലാത്തതാണ് പ്രശ്നം. എൻ്റെ പഴയ മനുഷ്യൻ യേശുവിനോട് ക്രൂശിച്ചു. യേശുവിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത് വീണ്ടും പഴയ മനുഷ്യലേക്ക് ഓക്സിജനും ഇഞ്ചക്ഷനും കയറ്റി ടയറിൽ കാറ്റടിക്കുന്ന പോലെ വീണ്ടും ജീവിപ്പിച്ച് എഴുന്നേൽപ്പിച്ച്
അവനെ കൊണ്ടിട്ട് പുകയൊക്കെ കൊടുത്ത് അവരെ എഴുന്നേൽപ്പിച്ചെത്താൻ ശ്രമിക്കുകയാണ് പലരും. കർത്താവിനെ ഇതിൽ പല അപമാനിക്കുന്ന വേറെ ജോലിയില്ല, പണിയില്ല. യേശുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടതാണ് പഴയ മനുഷ്യനെ എന്ന് നാം അറിയുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ അറിയണം, നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. ഈ അനുഭവമാണ് പൗലോസ് ഗലാത്യർ 2:20 തൻ്റെ സ്വന്തം ജീവിതത്തെ വിവരിക്കുകയാണ്. ഈ സത്യമാണ് വിവരിച്ചത്. പൗലോസ് വിവരിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചെടുത്ത ദൈവപുത്രത്തിലുള്ള വിശ്വാസത്തിലത്ര. ക്രിസ്തുവിനോട് കൂടി ഞാൻ മരിച്ചു. ഈ അവസ്ഥയിലാണ് തൻ്റെ ജീവിതം. ഒരു മനുഷ്യൻ വളരെ അധാർമികമായി, മോശമായി, മലിനമായ ജീവിതം ജീവിച്ച മനുഷ്യനാണ്. പക്ഷെ അവൻ്റെ ദൈവകൃപയാൽ സുവിശേഷം കേട്ടു, കർത്താവേശിൽ വിശ്വസിച്ചു, സ്നാനമേറ്റു, കർത്താവിൻ്റെ സഭയോട് അവനെ കൂട്ടിച്ചേർത്തു. അവൻ്റെ ജീവിതത്തിന് പൂർണ്ണമായ പരിവർത്തനം സംഭവിച്ചു. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ വഴി കൂടെ കടന്നു പോകുമ്പോൾ പണ്ട് താൻ വ്യഭിചാരത്തിൽ ബന്ധപ്പെട്ടൊരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ മനുഷ്യനെ നോക്കി പ്രേമചപലയായി കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് ചിരിച്ചു കാണിച്ചു. ഈ മനുഷ്യൻ പ്രതികരിച്ചില്ല. ആ സ്ത്രീ ഉറക്കെ വിളിച്ചു ചോദിച്ചു, സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാനാണിത്. പേരും പറഞ്ഞു ആ സ്ത്രീ. ഈ മനുഷ്യൻ ഒന്നും മിണ്ടാതെ നടന്നുപോയി. അപ്പോൾ ആ സ്ത്രീ ചോദിച്ച ചോദ്യം, സാറിന് എന്നെ മനസ്സിലായില്ലേ? ഇത് ഞാനാണ്. പക്ഷേ ഈ മനുഷ്യൻ നടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ സ്വയം ആത്മഗതം പറഞ്ഞു, ശരിയാണ്, പക്ഷെ ഞാൻ പഴയ ഞാനല്ല. ഇപ്പോൾ നമ്മുടെ പഠനം ഇന്ന് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ തുടങ്ങിയത് ദൈവത്തിൻ്റെ ചരമകോളത്തിൽ നിന്നാണ്. ഒരു ചോദ്യത്തിലൂടെ നമ്മൾ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ പേര് ദൈവത്തിൻ്റെ ചരമകോളത്തിലുണ്ടോ? മരിച്ചവരുടെ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ? നാം പാപസംബന്ധമായി മരിച്ചവരാണോ? യഥാർത്ഥത്തിൽ മാനസാന്തരത്തോടെ, വീണ്ടും ശരിക്കുള്ളൊരു പശ്ചാത്താപത്തോടെ, അനുതാപത്തോടെ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവരാണ്, വിശ്വാസിയാണോ? തിരുവചനപ്രകാരം സ്നാനപ്പെട്ടവരാണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കണം. വീണ്ടും വീണ്ടും സ്നാനപ്പെട്ട ഒറ്റ സ്നാനമേ ഉള്ളൂ, പക്ഷേ അത് തിരുവചനപ്രകാരമുള്ള സ്നാനമായിരിക്കണം. ആ സ്നാനം സ്വീകരിക്കുന്നവരെ സ്നാനപ്പെട്ടിട്ടില്ല, ശരീരം വെള്ളത്തിൽ നനഞ്ഞു കയറി വീണ്ടും പഴയതിനുള്ള ചായ്വ് തുടങ്ങി. തിരുവചനപ്രകാരം സ്നാനപ്പെട്ടവരാണെങ്കിൽ ആ ജീവൻ്റെ പുതുക്കത്തിൽ തന്നെയാണോ ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്? പഴയ മനുഷ്യനെ ക്രൂശിക്കപ്പെട്ടവനായിട്ട് തന്നെ നിർത്തിയിട്ടുണ്ടോ? ജീവൻ്റെ പുതുക്കത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്? എൻ്റെ പേര്, നമ്മുടെ പേര് ദൈവത്തിൻ്റെ ചരമകോളത്തിലുണ്ടോ? ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കർത്താവിലേക്ക് വരിക. കർത്താവിനെ വന്നിട്ട് വിട്ടുപോയവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് മടങ്ങി വരിക. നീതീകരണം ലഭിക്കാൻ അധിക സമയം വേണ്ട, പക്ഷേ വിശുദ്ധീകരണം ജീവിതം മുഴുവൻ ആവശ്യമായിരിക്കുന്ന സമയമെടുക്കുന്നൊരു കാര്യമാണ്. വിശുദ്ധീകരണം, സ്നാനം പാപമോചനം നൽകിത്തരുന്നു. അപ്പോസ്തലർ 2:38 പാപങ്ങളുടെ മോചനം സ്നാനത്തിൽ സംഭവിക്കുന്നു. പക്ഷേ പാപത്തിനുള്ള ലൈസൻസോ അനുവാദമല്ല സ്നാനം പാപത്തിനുള്ള അനുവാദമല്ല, പാപമോചനം തരുന്നതാണ്. തുടരാൻ നമ്മൾ അടുത്ത പഠനങ്ങളിലെ ഈ വിഷയത്തിന് കൂടുതൽ ആഴങ്ങളിലേക്ക്. ഇത് വളരെ നിർണായകമാണ്. നമുക്ക് നമ്മെ തരുന്ന് പരിശോധിക്കാൻ. നമ്മുടെ ചുറ്റുമുള്ള അനേകങ്ങൾക്ക് ഈ വിഷയം അജ്ഞമാണ്, അജ്ഞതയിലാണ്, അറിവില്ലായ്മയിലാണ്. അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ സഹായം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു വിഷയത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്നാനത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ചൊക്കെ കൃത്യമായ അറിവ് കൊടുക്കുക. വെളിച്ചം ശരിക്കും പകർന്നു കൊടുക്കുക. അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ കടമ അതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.